ഹലോ, നമുക്കിന്ന് റെസിൻ ആർട്ട് ചെയ്താലോ? ഈ റെസിൻ ആർട്ടിൻ്റെ കിറ്റ് ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ കാണിച്ചിട്ടുണ്ട്. എന്നാൽ പോലും നമുക്കിതിനകത്ത് എന്താ ഉള്ളതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഈ റെസിൻ ആർട്ട് കിറ്റിൽ ആദ്യം വന്നത് ഒരു ഗ്ലൗസ് ആണ്. നമ്മൾ റെസിൻ ആർട്ട് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ കയ്യിലൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്ലൗസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം. നെക്സ്റ്റ് വരുന്ന റെസിനും അതിൻ്റെ ഹാർഡ്നറുമാണ്. അതിനെപ്പറ്റി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യാം. പിന്നെ നമുക്ക് വരുന്നത് ഒരു ഗ്ലാസ് ആണ്. അതുപോലെ തന്നെ ഒരു ഐസ്ക്രീം സ്റ്റിക്ക് ഉണ്ട്. അത് നമുക്ക് റെസിൻ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് സീക്വൻസും ഗ്ലിറ്റേഴ്സും ആണ് അതിനകത്തുള്ളത്. പിന്നെ കുറച്ച് ഡ്രൈ ഫ്ലവേഴ്സ് ഉണ്ട് അതിനകത്ത്. ലാസ്റ്റ് ആയിട്ട് നമുക്ക് വരുന്നത് മോൾഡാണ്. ഞാൻ ഇപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് റൗണ്ട് ഷേപ്പിലുള്ള ഒരു മോൾഡാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബേസിക് ആയിട്ട് റെസിൻ ആർട്ടിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി റെസിൻ ആൻഡ് ഹാർഡ്നറിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ 2 ബോട്ടിലായിട്ടാണ് ഇത് വരുന്നത്. നമുക്ക് ബോട്ടിലിനകത്ത് തന്നെ കാണാം പാർട്ട് എ, പാർട്ട് ബി, അങ്ങനെ 2 രീതിക്കാണ് ഇത് കൊടുത്തേക്കുന്നത്. പാർട്ട് എ എന്ന് പറയുന്നത് റെസിനാണ്, പാർട്ട് ബി എന്ന് പറയുമ്പോൾ ഹാർഡ്നറാണ്. ഇത് നമ്മുടെ ബോട്ടിലിൽ തന്നെ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു റെസിൻ നമ്മൾ 2:1 എന്നുള്ള റേഷ്യോയിലാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ കൊടുത്തേക്കുന്ന ഈ പാർട്ട് എ എന്ന് പറയുന്ന റെസിൻ പാർട്ടാണ് നമുക്ക് 2 എന്നുള്ള റേഷ്യോയിൽ യൂസ് ചെയ്യേണ്ടത്. അതുപോലെ പാർട്ട് ബി ആയിട്ടുള്ള ഹാർഡ്നർ നമുക്ക് 1 എന്നുള്ള റേഷ്യോയിലാണ് യൂസ് ചെയ്യേണ്ടത്. ഞാൻ ആമസോണിൽ നിന്ന് ട്വിൻകസ്റ്ററിൻ്റെ റെസിനാണ് വാങ്ങിച്ചായിരുന്നത്. പക്ഷെ എനിക്ക് ഈ റെസിനിൽ ഏറ്റവും ഡ്രോബാക്ക് ആയിട്ട് തോന്നിയത് ഇതിൻ്റെ ബോട്ടിൽസ് തുറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ഓൾമോസ്റ്റ് ഒരു ഹാഫ് അവർക്ക് എടുത്തിട്ടാണ് ഒരു ബോട്ടിലാണ് തുറന്നത്. അതുപോലെ 2 ബോട്ടിലാണ് നമുക്കുള്ളത്. നല്ല ടൈം എടുത്ത് ബോട്ടിൽ തുറക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ബോട്ടിൽ തുറക്കുന്ന ടൈമിൽ അതിൻ്റെ സൈഡിൽ കൊണ്ട് എൻ്റെ കൈയെല്ലാം മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇത് യൂസ് ചെയ്യുമ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്യുകയും ചെയ്യാം. ഇനി നമ്മളിവിടെ ആദ്യമായിട്ട് എടുക്കാൻ പോകുന്നത് റെസിനാണ്, അതായത് നമ്മുടെ പാർട്ട് എ ആണ്. അത് നമ്മൾ 2:1 എന്നുള്ള റേഷ്യോ ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ 2 എന്നുള്ള റേഷ്യോയിലാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഞാൻ ചെറിയൊരു കോസ്റ്റർ ആയതുകൊണ്ട് ഈ ഒരു ബോട്ടിൽ ടാപ്പിനകത്താണ് എടുക്കുന്നത്. അതിൻ്റെ ഒരു പകുതിയോളം ഞാൻ എടുക്കുന്നുണ്ട്. ആ ഒരു എടുത്തത് നമ്മൾ നമ്മുടെ ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് വളരെ സ്ലോ ആയിട്ട് വളരെ സ്ലോ ആയിട്ട് മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന മാക്സിമം സ്ലോ ആയിട്ട് വേണം നമ്മളത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇതിനകത്ത് ബബിൾസ് ഫോം ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നെക്സ്റ്റ് നമുക്ക് എടുക്കേണ്ട ഹാർഡ്നറാണ്. നമ്മൾ റെസിൻ 1/2 എന്നുള്ള രീതിക്കാണ് എടുത്തത്. അതുകൊണ്ട് ആ ഒരു ടാപ്പിൻ്റെ 1/4 ഞാൻ ഹാർഡ്നർ എടുക്കുന്നത്. ഇനി നമ്മൾ റെസിൻ വെച്ചായിരുന്ന ആ ഒരു ഗ്ലാസ്സിലിട്ട് തന്നെ ഹാർഡ്നറും കൂടി മിക്സ് ചെയ്യുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഭയങ്കര സ്ലോ ആയിട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 10 മിനിറ്റോളം മിക്സ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. മാക്സിമം മിക്സ് ചെയ്യുമ്പോഴത്തേനും ബബിൾസ് വരാതെ നോക്കുക. ഇനി നമുക്ക് നമ്മുടെ കോസ്റ്റർ മോൾഡ് എടുത്ത് അതിനകത്ത് പ്രത്യേകിച്ച് അഴുക്കുകളോ കാര്യങ്ങളില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് അതിനകത്തേക്ക് നമ്മുടെ റെസിൻ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. റെസിൻ ഒഴിച്ച് കൊടുക്കുമ്പോഴും നല്ല സ്ലോ ആയിട്ട് തന്നെ ചെയ്യുക. അതുപോലെ അത് ഈവൻലി സ്പ്രെഡായി നമ്മൾ ഉറപ്പ് വരുത്തുക. സ്പ്രെഡ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഐസ്ക്രീമിൻ്റെ സ്റ്റിക്ക് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഒന്ന് ഞാനിവിടെ പ്ലെയിൻ റെസിനും അതുപോലെ തന്നെ കളറും യൂസ് ചെയ്യാമെന്നാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ താഴെ ഭാഗത്ത് മാത്രമായിട്ട് പ്ലെയിൻ റെസിൻ ഇപ്പോൾ ഒഴിച്ചു കൊടുത്തത്. നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തേക്ക് പ്ലെയിൻ റെസിൻ സ്പ്രെഡായെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ നമുക്കിനി കളർ റെസിൻ യൂസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ഗോൾഡൻ കളർ മിക്സാണ്. അതിനായിട്ട് നമുക്ക് പ്ലെയിൻ റെസിൻ നമ്മൾ നേരത്തെ എടുത്ത അതേ റേഷ്യോ തന്നെ മിക്സ് ചെയ്യാം. അതായത് 2:1 എന്നുള്ള റേഷ്യോയിൽ മിക്സ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഗോൾഡിൻ്റെ കളർ നമുക്ക് ഓൾറെഡി നമ്മുടെ കിച്ചനകത്തുണ്ട്. അപ്പോൾ അത് ആഡ് ചെയ്യാം. അത് ആഡ് ചെയ്തിട്ട് പയ്യെ നേരത്തെ പറഞ്ഞപ്പോൾ ഒരു 10 മിനിറ്റോളം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതും നന്നായിട്ട് ഒന്ന് ബബിൾസ് ഒന്നും ഇല്ലാതെ മിക്സ് ആയി ഉറപ്പ് വന്നാൽ നമുക്ക് നമ്മുടെ മോൾഡിലേക്ക് ഇതിനെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നമ്മൾ നേരത്തെ റിപ്പീറ്റ് ചെയ്ത അതേ സ്റ്റെപ്സ് തന്നെയാണ്. വളരെ സ്ലോ ആയിട്ട് ബബിൾസ് ഒന്നും വരാതെ നന്നായി എല്ലാ സ്ഥലത്തേക്കും ഈവനായിട്ട് സ്പ്രെഡ് ചെയ്യുന്ന രീതിക്ക് വേണം നമ്മൾ അത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് എങ്ങനെയാണോ ആവശ്യം ആ ഒരു രീതിയിലേക്ക് ഇതിനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കളർ റെസിനും അതുപോലെ തന്നെ പ്ലെയിൻ റെസിനും മിക്സ് ആവുന്നൊരു സ്ഥലത്താണ്. അത് ഈസിയാണ്, ഒന്ന് കുറച്ച് ശ്രദ്ധിച്ച് ചെയ്താൽ മതി. അത് രണ്ടും ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്നതിന് പകരം കുറച്ച് ബ്ലെൻഡ് ചെയ്യുന്ന രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് അതിനൊന്ന് ബ്ലെൻഡ് ചെയ്ത് ആ ഒരു ഷേപ്പൊക്കെ വന്നു എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ നമുക്കിനി അതിനകത്തേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സീക്വൻസ് ആണ്. നമുക്ക് നമ്മുടെ ഇതിനകത്തുള്ള ഡ്രൈ ഫ്ലവേഴ്സ് വേണമെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഫോട്ടോസ് വേണമെങ്കിൽ വെക്കാം. അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്കിതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഞാനിവിടെ ആഡ് ചെയ്യുന്ന റെഡ് കളർ സീക്വൻസ് ആണ്. ഈ ഗോൾഡും റെഡും കൂടെ വരുമ്പോഴത്തേനും നല്ല രസമായിരിക്കും എന്ന് എനിക്ക് തോന്നി. സോ ഞാൻ അതിൻ്റെ സൈഡിലിട്ട് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാൻ നോക്കി. ഇട്ടത് കുറച്ച് കൂടിപ്പോയി. അതുകൊണ്ട് നമുക്ക് ഇനി അത് ആ സ്റ്റിക്ക് വെച്ചിട്ട് പയ്യെ ഷേപ്പ് ചെയ്തെടുക്കാം. ഞാൻ ബോട്ടിൽ നിന്ന് ഡയറക്റ്റ് ആഡ് ചെയ്യാൻ നോക്കിക്കൊണ്ടാണ് അത് കുറച്ച് കൂടിപ്പോയത്. നമുക്ക് കൈകൊണ്ട് എടുത്തിടുന്നതാണ് ഏറ്റവും നല്ലത്. എന്തായാലും നമുക്ക് ഈ സ്റ്റിക്ക് വെച്ചിട്ട് ഇതിനെ മൂവ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് ഇതിന് ആവശ്യമുള്ള രീതിക്ക് സൈഡിലോട്ടൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്.
ഇതോടെ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞു. നമുക്ക് ഇനി ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇത് പിറ്റേ ദിവസം രാവിലത്തെ കാര്യമാണ്. നമ്മൾ ഇതിനെ ഒരു ഫുൾ നൈറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അത്യാവശ്യം നല്ല രീതിക്ക് വന്നിട്ടുണ്ട്. 7 hours ആകുമ്പോഴത്തേക്ക് നമുക്ക് തൊടാൻ പാകത്തിനുള്ള രീതിക്കാവും. 24 hours ആണ് ഇതിൻ്റെ കംപ്ലീറ്റ് ഫിക്സിങ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 7-8 hours ഒക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്കിതിൻ്റെ കട്ടി കുറച്ച് കുറവുള്ള പോലെ തോന്നിയുകൊണ്ട് കുറച്ചും കൂടി പ്ലെയിൻ റെസിൻ അതിൻ്റെ മുകളിലോട്ട് ആഡ് ചെയ്യുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ എടുത്ത അതേ റേഷ്യോ, അതായത് 2:1 എന്നുള്ള റേഷ്യോ തന്നെയാണ് ഞാൻ ഇപ്പോഴും റെസിൻ എടുക്കുന്നത്. എന്നിട്ട് നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത പോലെ വളരെ സ്ലോ ആയിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ഇതിൻ്റെ മുകളിലിട്ട് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഒരു പാർട്ട് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്. നമുക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. എനിക്ക് കുറച്ച് കട്ടി വേണം തോന്നിയുകൊണ്ട് മാത്രം ചെയ്താണ്. നമുക്ക് ഇനി ഇതിനെ ഒരു 7 to 8 hours റെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് തൊടാൻ പാകത്തിനാവും. അത് കഴിഞ്ഞാൽ വീണ്ടും ഒരു 24 hours ശേഷം നമുക്കിതിനെ ഡീമോൾഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് നെക്സ്റ്റ് ഡേ ആണ്. നമ്മൾ ഇതിനകത്ത് ഏറ്റവും സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഡീമോൾഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. സോ ആഫ്റ്റർ 24 hours നമ്മളിതിനെ ഡീമോൾഡ് ചെയ്തെടുക്കുകയാണ്. ഡീമോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ലുക്ക് ഇതാണ്. നമുക്ക് ഇനി ഒരു സാൻഡ് പേപ്പർ വെച്ച് അതിൻ്റെ സൈഡെല്ലാം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്, ഒന്ന് സോഫ്റ്റാക്കി കൊടുക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തതും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യാം.